നമസ്കാരം. നമുക്കറിയാം, മുൻ സർക്കാരുകൾ തൊട്ടാൽ കൈപൊള്ളുമെന്ന് കരുതി തൊടാൻ മടിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കി അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ. അതുപോലെ ഈ ഇൻഷുറൻസ് മേഖലയിൽ കൂടി മാറ്റം കൊണ്ടുവരികയാണ് മൂന്നാം മോദി സർക്കാർ. 2047 എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യം കൂടി കൈവരിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പരിരക്ഷയുള്ളവരുടെ ആകെ എണ്ണമെടുത്താൽ ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതിയിൽ താഴെ മാത്രമായിരിക്കും. ഇതേ രീതിയിലാണ് മുന്നോട്ട് പോക്കെങ്കിൽ എല്ലാവർക്കും ഇൻഷുറൻസ് കവറേജ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ അടുത്ത കാലത്തൊന്നും കഴിയില്ല. സാധാരണക്കാരന് ഏറ്റവും അധികം ഗുണം കിട്ടുന്ന ആരോഗ്യ ഇൻഷുറൻസിന്റെ കാര്യത്തിലാണെങ്കിൽ വർഷാവർഷം പ്രീമിയം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. പലരും ഇൻഷുറൻസ് പരിരക്ഷയിൽ നിന്ന് പുറത്താകാൻ ഇത് കാരണമാകുന്നുണ്ട്. ഈ രീതിക്ക് മാറ്റം വരുത്താൻ വേണ്ടിയാണ് ബജറ്റിലെ പുതിയ നീക്കങ്ങൾ. ഇൻഷുറൻസ് രംഗത്ത് 100% വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള നിർണായക തീരുമാനമാണ് ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. ഈ തീരുമാനം ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ 74% വിദേശ നിക്ഷേപം. 100% വിദേശ നിക്ഷേപം എന്ന പുതിയ തീരുമാനം നടപ്പിലാക്കുന്നതോടെ കമ്പനികൾ തമ്മിൽ മത്സരിക്കുന്ന അവസ്ഥയുണ്ടാകും. വിദേശ കമ്പനികൾക്ക് നിയന്ത്രണങ്ങളില്ലാതെ ഇന്ത്യയിൽ പ്രവർത്തിക്കാമെന്ന അവസ്ഥയുണ്ടാകുന്നതോടെ കൂടുതൽ ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിലേക്കെത്തും. ആ വരവ് ഇൻഷുറൻസ് രംഗത്ത് മത്സരം കടുപ്പിക്കുകയും പ്രീമിയം തുകയിലടക്കം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്രം പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ മത്സരം കടക്കുന്നതോടെ രാജ്യത്തെ LIC, SBI ലൈഫ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഈ മത്സരത്തെ നേരിടേണ്ടി വരുമെന്ന സാഹചര്യം കൂടിയുണ്ട്. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപത്തിന്റെ ചരിത്രമെടുത്താൽ 2015 വരെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 26% മാത്രമായിരുന്നു. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2015 അത് 49% ഉയർത്തുകയായിരുന്നു. നിലവിലുള്ള 74% ഉയർത്തിയത് 2021. പുതിയ തീരുമാനത്തെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള പല വമ്പൻ കമ്പനികളും ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിച്ചേരും. അതോടെ കമ്പനികൾ തമ്മിൽ കടുത്ത മത്സരമുണ്ടാകുന്നതോടെ ഇൻഷുറൻസ് മേഖലയിൽ വലിയ വിപ്ലവമുണ്ടായേക്കാം. ഇൻഷുറൻസ് പ്രീമിയത്തിൽ വലിയ കുറവുണ്ടായേക്കാം. അങ്ങനെ ആയുഷ്മാൻ ഭാരതിന് പുറത്തുള്ളവർക്ക് കൂടി ഏതെങ്കിലും ഒരു പരിരക്ഷയാകുന്നതോടെ എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ.